ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 10 ജൈന ടെമ്പിൾസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, പാവ്പൂരി തീർത്ത്. കിഴക്കൻ ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്തെ നളന്ദ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജൈനമതക്കാരുടെ ഒരു പുണ്യസ്ഥലമാണ് പാവാപൂരി തീർത്ത്. പാവപൂരി മഹാവീരിന്റെ നിർമ്മാണവും ജൈനമത തീർത്ഥാടന കേന്ദ്രവുമാണ്. നളന്ദയിലെ രാജ്ഗീറിനു ശേഷം വിനോദസഞ്ചാരത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് നളന്ദ ജില്ലയിലെ പാവാപൂരി. നമ്പർ 9, അഷ്ടപദ തീർത്ത്. ജൈനമതക്കാർക്ക് ഏറ്റവും ആദരണീയവും പുണ്യകരവുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അഷ്ടപദം. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭദേവൻ അഷ്ടപദത്തിൽ മോക്ഷം നേടിയതായി ജൈനമത ഗ്രന്ഥങ്ങൾ പറയുന്നു. അഷ്ടപദം എന്ന വാക്കിന്റെ അർത്ഥം 8 പടികൾ എന്നാണ്. ഈ 8 പടികൾ ജ്ഞാനോദയത്തിലേക്കുള്ള കവാടമാണെന്ന് പറയപ്പെടുന്നു. നമ്പർ 8, ഹനുമന്തൽ മന്ദിർ. ജബൽപൂരിലെ ഒരു ചരിത്ര പ്രധാനമായ ജൈന ക്ഷേത്രമാണ് ഹനുമന്തൽ ബദ ജൈൻ മന്ദിർ. കലചൂരി ശൈലിയിലുള്ള നിരവധി ചിത്രങ്ങൾ ക്ഷേത്രത്തിൽ കാണാം. അതിൽ ഭഗവാൻ ആദിനാഥന്റെ അലങ്കരിച്ച ഒരു ചിത്രവും ഇവിടെ ഉൾപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടുത്തെ ആദ്യത്തെ ദിഗംബർ ജൈന ആചാര്യനായിരുന്ന ആചാര്യ ശാന്തിസാഗർ 1928 ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. നമ്പർ 7, ഗിരിനാഥ് തീർത്ത്. ഇന്ത്യയിലെ ഗുജറാത്തിലെ ജുനാഗഡ് ജില്ലയിലെ ജുനാഗഡിനടുത്തുള്ള ഗിർനാർ പർവ്വതത്തിൽ ഒരു കൂട്ടം ജൈന ക്ഷേത്രങ്ങളുണ്ട്. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും ശ്വേതാംബര വിഭാഗത്തിൽ പെടുന്നുണ്ടെങ്കിലും ചിലത് ദിഗംബര വിഭാഗത്തിലും പെടുന്നു. ഈ ഗിർനർ ജൈന ക്ഷേത്രക്കൂട്ടങ്ങൾ പുരാതന കാലത്ത് റൈവത അല്ലെങ്കിൽ ഉജയന്ത എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്പർ 6, സമദ് ശിഖർജി. 20 തീർത്ഥങ്കന്മാരുടെയും ധാരാളം സന്യാസിമാരുടെയും മോക്ഷസ്ഥാനമായ ശ്രീ സമദ് ശിഖർജി തീർത്ഥക്ഷേത്രത്തിന് എല്ലാ ദിഗംബർ ജൈന തീർത്ഥക്ഷേത്രങ്ങളിലും 1ാം സ്ഥാനമുണ്ട്. അതിനാൽ ഇതിനെ തീർത്ഥരാജ് എന്നും വിളിക്കുന്നു. ഇന്ത്യയിലെ ജൈന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് സമദ് ശിഖർ, ശത്രുഘ്നൻ എന്നിവ. നമ്പർ 5, പാലിത്താന തീർത്ത്. ഇന്ത്യയിലെ ഗുജറാത്തിലെ ദാവ്നഗർ ജില്ലയിലെ പാലിത്താനയ്ക്കടുത്തുള്ള ശത്രുഘ്നയ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ജൈന ക്ഷേത്ര സമുച്ചയമാണ് പാലിത്താന ക്ഷേത്രങ്ങൾ. ചരിത്ര ഗ്രന്ഥങ്ങൾ കത്തിയവാടിന്റെ പാട്ലിപത്പൂർ എന്നും അറിയപ്പെടുന്നു. ഏകദേശം 900 ചെറിയ ആരാധനാലയങ്ങളും വലിയ ക്ഷേത്രങ്ങളുടെ ഇടതൂർന്ന ശേഖരം തന്നെ ഇവിടെയുണ്ട്. നമ്പർ 4, ലാൽ മന്ദിർ. ഇന്ത്യയിലെ ഡൽഹിയിലെ ഏറ്റവും പഴക്കമേറിയതും അറിയപ്പെടുന്നതുമായ ജൈന ക്ഷേത്രമാണ് ശ്രീ ദിഗംബർ ജൈൻ ലാൽ മന്ദിർ. ചരിത്രപ്രസിദ്ധമായ ചാന്ദിനി ചൗക്ക് പ്രദേശത്ത് ചെങ്കോട്ടയ്ക്ക് നേരെ എതിർവശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 3, ഗോമതേശ്വര തീർത്ത്. കർണാടകത്തിലെ ഹസൻ ജില്ലയിൽ ചന്നരായ പട്ടണത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ശ്രാവണബലഗോള. ബാംഗ്ലൂരിൽ നിന്ന് 144 കിലോമീറ്റർ ദൂരെയുള്ള ഇവിടെ ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശ്രാവണബലഗോളയിലാണ് ഗോമതേശ്വര ബാഹുബലി പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 2, ദിൽവാര തീർത്ത്. ദിൽവാര ക്ഷേത്രങ്ങൾ അഥവാ ഡെൽവാഡ ക്ഷേത്രങ്ങൾ ശ്വേതാംബര ജൈന ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. ജൈനമതക്കാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രവും ഒരു പ്രധാന പൊതുവിനോദസഞ്ചാര ആകർഷണവുമാണ്. രാജസ്ഥാനിലെ ജൈന ക്ഷേത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി ദിൽവാര ക്ഷേത്രങ്ങൾ കണക്കാക്കപ്പെടുന്നു. 5 ദിൽവാര ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ജൈന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നമ്പർ 1, രണക്പൂർ തീർത്ത്. രണക്പൂർ ജൈന ക്ഷേത്രം അല്ലെങ്കിൽ ചതുർമുഖ ധാരണ വിഹാരം രണക്പൂരിലെ തീർത്ഥങ്കര ഋഷഭനാഥന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ശ്വേതാംബര ജൈന ക്ഷേത്രമാണ്. പാലി ജില്ലയിലെ സാദ്രിക്കടുത്തുള്ള രണക്പൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.